BFT അൽഗോരിതം. BFT അൽഗോരിതം എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ക്ലാസിക്കൽ BFT പ്രോബ്ലം എന്നറിയണം. സോ എന്നാൽ മാത്രമേ BFTയിലോട്ട് നമുക്ക് പോകാനായിട്ട് പറ്റൂ. അപ്പം BFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു കുറേ നോട്ട്സ് ഉണ്ട്. ഈ കുറേ നോട്ട്സ് നമ്മൾ ഒരു കൺസേൺ മെക്കാനിസത്തിലോട്ട് എത്തുകയാണ്. ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലോട്ട് എത്തുകയാണ്. പക്ഷേ ഇവരിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരാളുണ്ട്, അയാളെ കുറേ പേര് ചേർന്ന് അറ്റാക്ക് ചെയ്യുക, ഒരു ജനറൽ ഉണ്ടെന്ന് വിചാരിക്കുക, അയാൾ അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഓക്കെ, ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നു. ഇതിൽ 1-2 പേര് ട്രൈറ്റേഴ്സാണ്, അതായത് ചതിയന്മാരാണ്. അവർ ഈ ഒരു ഇതിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഈ കംപ്ലീറ്റ് ഈ ഒരു പ്ലാനും തെറ്റും. സോ ഇങ്ങനെയുള്ള കേസസിൽ എന്താ ഓൾറെഡി പറഞ്ഞാൽ ക്രാഷ് ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ക്രാഷ് കാരണം ഫോൾട്ടാവുന്ന മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇങ്ങനെ ആരെങ്കിലും ട്രൈറ്റേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ മലീഷ്യസ് ആയിട്ടുള്ള നോട്ട്സോ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ PBFT പോലുള്ള അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മലീഷ്യസ് നോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിനെയാണ് ക്ലാസിക്കൽ ബൈസാൻറ്റിയൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയാണുള്ള അൽഗോരിതംസാണ് PBFT, FBT എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ PBFT പ്രാക്ടിക്കൽ ബൈസാൻറ്റിയൻ ഫോൾട്ട് ടോളറൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, so as the name suggests, it is a protocol developed to provide consistency in the presence of Byzantine faults. ഇങ്ങനെ Byzantine faults വരുമ്പോൾ കൊടുക്കുന്നതാണ് നമ്മൾ ഈ PBFT എന്ന് പറയുന്നത്. ഓക്കെ, പ്രാക്ടിക്കൽ Byzantine fault tolerance system can function on the condition that the maximum number of malicious nodes must not be greater than or equal to 1/3 of all the nodes in the system. അതായത് ഇതായിരിക്കണം, നേരത്തെ പാക്സോസ് പറഞ്ഞായിരുന്നു എത്രയാണ് മാക്സിമം കണ്ടീഷൻ, അതേപോലെ ഇവിടുത്തെ കണ്ടീഷനാണ് n = 3f+1. F എന്ന് പറയുന്ന ഫോൾട്ടി നോട്ട്സ് ആണ്. സോ ആ n എന്ന് പറയുന്നത് ടോട്ടൽ, ഇതിൽ കൂടുതൽ ഫോൾട്ടി നോട്ട്സിനെ അത് അംഗീകരിക്കില്ല. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി PBFTക്കകത്ത് 3 സബ് പ്രോട്ടോക്കോൾസ് ഉണ്ട്: നോർമൽ ഓപ്പറേഷൻ, വ്യൂ ചേഞ്ച് ആൻഡ് ചെക്ക് പോയിൻറ്റ്. ഇനി നോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഓപ്പറേഷൻ സബ് പ്രോട്ടോക്കോൾ റെഫേഴ്സ് ടു സ്കീം ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് എവറിത്തിങ് ഈസ് റണ്ണിങ് നോർമൽ ആൻഡ് നോ എറേഴ്സ്. അതായത് നോർമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എറേഴ്സും ഇല്ല. ഇനി വ്യൂ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾട്ടി ലീഡർ നോഡിനെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോട്ടോക്കോൾ ആ ഒരു സമയത്ത് വ്യൂ ചേഞ്ച് എന്ന് പറയും. ഇനി ചെക്ക് പോയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ നിന്ന് ഓൾഡ് ഡേറ്റാനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ടാണ് ചെക്ക് പോയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ അതിന് 3 പ്രോട്ടോക്കോൾസിൻ്റെ കാര്യം പറഞ്ഞു. ഒരു PBFTയിൽ എത്ര ഫോൾട്ടി നോട്ട്സ് പറ്റുമെന്ന് പറഞ്ഞു. ഇനി ഇതിന് പ്രൈമറി അറിയുന്ന കുറച്ച് വാക്കുകളാണ് ഇനി പറയുന്നത്. ഇനി PBFTയുടെ പാർട്ടിസിപ്പൻസിനെ നമ്മൾ റെപ്ലിക്കാസ് എന്നാണ് പറയുന്നത്. വിത്ത് 1 നോട്ട് ബീങ് ദ പ്രൈമറി അല്ലെങ്കിൽ ലീഡർ നോഡ്. ഇതിനകത്ത് ഒരാൾ ലീഡർ നോഡായിരിക്കും അല്ലെങ്കിൽ പ്രൈമറി ആയിരിക്കും. അതേഴ്സ് മറ്റുള്ളവരെ സെക്കൻഡറി അല്ലെങ്കിൽ ബാക്കപ്പ് നോട്ട്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ദ പ്രോട്ടോകോൾ റൺസ് ഇൻ റൗണ്ട്സ് വെർ ഇൻ ഈച്ച് റൗണ്ട് ആൻഡ് elected leader node called the primary node handles the communication with the client. In each round the protocol progresses through 3 phases: prepare and commit. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓരോ പാർട്ടിസിപ്പൻസിനെയും റെപ്ലിക്കാന്നാണ് നമ്മൾ പറയുന്നത്. ലീഡറായിട്ടുള്ള നോഡിനെ പ്രൈമറി എന്ന് പറയുന്നു, അതേപോലെ മറ്റുള്ളവരെ സെക്കൻഡറി എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ബാക്കപ്പ് നോട്ട്സ്. ഇത് 3 ഫേസിൽ കൂടെ കടന്നു പോകും. ഈ 3 ഫേസിൽ കൂടെ കടന്നു പോകുമ്പോഴും ഈ 3 പ്രോട്ടോകോൾസ് അവിടെ വർക്ക് ചെയ്യും: പ്രിപ്പയർ ആൻഡ് കമ്മിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. ആദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്ലയൻ്റ് ഉണ്ട്. നമ്മുടെ ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് റിക്വസ്റ്റ് ഫേസ് പ്രിപ്പയർ കമ്മിറ്റ് റിപ്ലൈ. സോ ഇത്രയാണ് നടക്കുന്നത്. അപ്പോൾ ഒരു ക്ലയൻറ്റ് ഒരു മെസ്സേജ് പ്രൈമറിക്ക് അയക്കുന്നു. പ്രൈമറി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്. ഈ ലീഡർ എന്ത് ചെയ്യും? ഈ മെസ്സേജ്, ഈ വന്ന റിക്വസ്റ്റ്, ക്ലയൻറ്റിൽ നിന്ന് വന്ന ഒരു പ്രപ്പോസലായിരിക്കും വന്ന റിക്വസ്റ്റ് ബാക്കിയുള്ള ബാക്കപ്പ് നോട്ട്സ്, ബാക്കിയുള്ള സെക്കൻഡറി നോട്ട്സിലോട്ട് അയക്കുന്നു. ഈ സെക്കൻഡറി നോട്ട്സ് എന്ത് ചെയ്യും? ഇതിനെ ചെക്ക് ചെയ്തിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ഇത് കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവർ പരസ്പരം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതിനുശേഷം ഈ ഓരോ നോട്ട്സും എന്ത് ചെയ്യും? ഇൻക്ലൂഡിങ് പ്രൈമറി, അതായത് പ്രൈമറിയും ഇവർ ഇൻഫോം ചെയ്യും പരസ്പരം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. ഇൻക്ലൂഡിങ് പ്രൈമറി ആ ഒരു ക്ലയൻറ്റിനെ ഇത് അപ്ഡേറ്റ് ചെയ്യും, ഈ ഒരു വാല്യൂ ഞങ്ങൾക്ക് ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇതാണ് ഓവറോൾ PBFT എന്ന് പറയുന്നത്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഫേസ് ഇൻ ദ പ്രോട്ടോകോൾ വേർ ദ പ്രൈമറി റിസീവ്സ് എ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയൻറ്റ്. പ്രൈമറിക്ക് ഒരു ക്ലയൻറ്റിൽ നിന്ന് റിക്വസ്റ്റ് കിട്ടുന്നു. ദ പ്രൈമറി നോഡ് അസൈൻസ് എ സീക്വൻസ് നമ്പർ ടു ദ റിക്വസ്റ്റ്. ഇറ്റ് ദെൻ സെൻസ് എ പ്രിപ്പയർ മെസ്സേജ് വിത്ത് ദ റിക്വസ്റ്റ് ടു ഓൾ ബാക്കപ്പ് റെപ്ലിക്കേഴ്സ്. ഇവിടെ നമുക്ക് കാണാം ഈ റിക്വസ്റ്റ് കിട്ടുന്നു, അതിൻ്റെ ഒരു സീക്വൻസ് നമ്പറോട് ആഡ് ചെയ്തിട്ട് ബാക്കി എല്ലാ റെപ്ലിക്കേഴ്സ് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ബാക്കപ്പ് നോട്ട്സിന് നമ്മൾ അയക്കുന്നു. വെൻ ദ പ്രിപ്പയർ മെസ്സേജ് ഇസ് റിസീവ്ഡ് ബൈ ദ ബാക്കപ്പ് റെപ്ലിക്കേഴ്സ് ഇറ്റ് ചെക്സ് എ നമ്പർ. കുറേ കാര്യങ്ങൾ
ആ ഒരു മെസ്സേജ് എന്ത് ചെയ്യുന്നു, ഈ കിട്ടുമ്പോൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കമ്മിറ്റ് ചെയ്യാൻ പറ്റൂ എന്താണെന്ന് അവർ തീരുമാനിക്കത്തുള്ളൂ. ഡിജിറ്റൽ സിഗ്നേച്ചർ വാലിഡ് ആണോ, കറണ്ട് വ്യൂ നമ്പർ, ഞാൻ പോലെ ഇപ്പോൾ കുറേ പ്രോട്ടോക്കോൾ നോക്കും, കറണ്ട് വ്യൂ നമ്പർ വാലിഡ് ആണോ, അത് അല്ലെങ്കിൽ അതായത് കറണ്ട് വ്യൂ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീഫോൾട്ട് മീൻസ് മലീഷ്യസ് നോട്ട്സ് ഉണ്ടോ, അത് മലീഷ്യസ് നോട്ട്സ് ഈ 3f+1 ഗ്രേറ്റർ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യും. സീക്വൻസ് നമ്പർ ചെക്ക് ചെയ്യും, ഹാഷ് വാല്യൂ ചെക്ക് ചെയ്യും. സോ ഇതെല്ലാം വാലിഡ് ആണെങ്കിൽ മാത്രമേ അവർ ആ മെസ്സേജ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. മെസ്സേജ് അക്സെപ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഈ സ്റ്റേറ്റുകളെല്ലാം അത് അതിൻ്റെ ലോക്കൽ സ്റ്റേറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ഫേസിലോട്ട് പോകും. ഇനി പ്രിപ്പയർ ഫേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രിപ്പയർ മെസ്സേജ് സെൻഡ് ബൈ അവർ തമ്മിൽ അയക്കുന്നതാണ്. അവർ തമ്മിൽ അയച്ചിട്ട് അവർക്ക് അറ്റ്ലീസ്റ്റ് 2f+1 പ്രിപ്പയർ മെസ്സേജ് എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ ഈ വാല്യൂസ് ഇവിടെയും ചെക്ക് ചെയ്യും, ഇവർ പരസ്പരം ചെക്ക് ചെയ്യും ഇതെല്ലാം കറക്റ്റാണോ. ഇതെല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ ആ പ്രിപ്പയർ ഫേസ് പാസ് ചെയ്തിട്ട് കമ്മിറ്റ് ഫേസിലെത്തത്തുള്ളൂ. കമ്മിറ്റ് ഫേസിൽ എന്ത് ചെയ്യും, ഇത് കമ്മിറ്റ് ഫേസ് ഈ റെപ്ലിക്ക സെൻസ് ഇത് ഓക്കെ, ഇത് ഞങ്ങൾ പ്രിപ്പയർ ഫേസിൽ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പരസ്പരം മെസ്സേജ് അയക്കുന്നു. ഫൈനലി കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്ലൈ ആയിട്ട് തിരിച്ച് അയക്കുന്നു. ഇതെല്ലാം 2f+1 എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലൂടെ നോക്കുന്നുണ്ട്. അത്രയും മെസ്സേജസ് കിട്ടിയാൽ മാത്രമേ ഇവർ പ്രിപ്പയർ ചെയ്യുകയും കമ്മിറ്റ് ചെയ്യുകയും ചെയ്യത്തുള്ളൂ.